നമസ്കാരം. ശബരിമലയിൽ ഇന്നലെ രാത്രി നടൻ ദിലീപ് ദർശനം നടത്തിയപ്പോൾ വിവിഐപികൾക്കുള്ള പരിഗണന പോലീസ് നൽകിയത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ദേവസ്വത്തിനോടും പോലീസിനോടും ചോദിച്ചത്. എന്ത് അർത്ഥത്തിലാണ് പോലീസ് ഇന്നലെ ശബരിമലയിൽ രാത്രി ഹരിവരാസനം പാടുന്ന സമയം അത്രയും നടയിൽ ദിലീപിന് ദർശന സൗകര്യം ഒരുക്കുകയും അതിന് VIP പരിരക്ഷ നൽകുകയും ഈ സമയം അത്രയും മണിക്കൂറുകളോളം കാത്തു നിന്ന് മല കയറി വന്ന ഭക്തർക്ക് അവരുടെ ദർശന സൗകര്യം മുടക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിന് സാധിച്ചില്ല എന്നുള്ളതാണ്, പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുന്ന വിവിഐപികൾ എത്രയും പെട്ടെന്ന് ദർശനം പൂർത്തിയാക്കി സാധാരണ ഭക്തന്മാർക്ക്, അതായത് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ക്ഷമയോടുകൂടി മല കയറി ക്ഷീണിച്ചു കയറി വരുന്ന ആളുകൾക്ക് ദർശന സൗകര്യം ഒരുക്കാതെ അവിടെ വീണ്ടും വീണ്ടും നിന്ന് ആ ദർശന സമയം അത്രയും ഹരിവരാസനം പോലുള്ള ശബരിമലയിലെ സുപ്രധാന ചടങ്ങുകൾ തീരുന്നത് വരെയും സാധാരണക്കാരായ ഭക്തന്മാരെ അവരുടെ ദർശന സൗകര്യം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്ന VIP ദർശന സൗകര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് പോലീസ് ഒരുക്കുന്നത്, എന്തർത്ഥത്തിലാണ് ഇത്തരം നടപടികൾ കൈക്കൊണ്ടത് എന്ന് വ്യക്തമാക്കണം എന്നാണ് പോലീസിനോടും ദേവസ്വം ബോർഡിനോടും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത്. രാവിലെ ഈ ഹർജി കോടതി പരിഗണിച്ചെങ്കിലും ഉച്ചയ്ക്ക് 12:30 ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടെങ്കിലും കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ദിലീപിന് VIP പരിഗണന നൽകി ശബരിമലയിലെ ഹരിവരാസനം നടക്കുന്ന സമയത്ത് സാധാരണക്കാരായ ഭക്തന്മാരുടെ ദർശനം അത്രയും മുടക്കിക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് നടൻ ദിലീപിന് ഇത്തരത്തിൽ ഒരു ദർശന സൗകര്യം ഒരുക്കിയത്, അതിന് VIP പരിരക്ഷ നൽകിയത് എന്തിനു വേണ്ടിയാണ്, പോലീസിന് വേറെ പണിയൊന്നും ശബരിമലയിൽ ഉണ്ടായിരുന്നില്ലേ എന്നാണ് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ പോലീസിനെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചത്. ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായിരിക്കണം. ദേവസ്വം വിജിലൻസ് SP അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ശബരിമലയിൽ ലക്ഷോപലക്ഷം ആളുകളാണ് മണ്ഡലകാലത്ത് ദർശനം തേടി എത്തുന്നത്. ഇതിൽ സർവ്വസാധാരണമായി സാധാരണക്കാരായ ഭക്തർ വെർച്വൽ ക്യൂവിലും മറ്റും ബുക്ക് ചെയ്തുകൊണ്ട് മല കയറി ക്ഷീണിച്ച് മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് ദർശനത്തിനെത്തുമ്പോൾ അവിടെ ഹരിവരാസനം പോലുള്ള സുപ്രധാനമായ ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങ് കണ്ടു തൊഴുവാൻ സാധാരണക്കാരായ ഭക്തർക്ക് അവസരം കൊടുക്കാതെ VIP പരിഗണന നൽകി ദിലീപിനെ പോലുള്ള നടന്മാരെ ശബരിമല സന്നിധാനത്തിൽ നിർത്തി ഹരിവരാസനം കഴിയുന്നത് വരെ തൊഴുവിച്ചുകൊണ്ട് സാധാരണക്കാരായ ഭക്തന്മാരുടെ ദർശന സൗകര്യം മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നടൻ ദിലീപിന് VIP പരിരക്ഷ നൽകിയത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനോടും പോലീസിനോടും ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് SP അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് അറിയുന്നത്. മേലിലെങ്കിലും ഇനി ശബരിമലയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ലാതെ ദർശന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തം. സ്ത്രീകളെയും കുട്ടികളും മണിക്കൂറുകളോളം ക്യൂ നിന്ന് ശബരിമലയിൽ ദർശനത്തിനെത്തുമ്പോൾ ഇതുപോലെ VVIPകൾക്ക് സൗകര്യമൊരുക്കുന്ന പോലീസും ദേവസ്വം ബോർഡും സാധാരണക്കാരായ ഭക്തന്മാരുടെ ദർശന സൗകര്യം ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല എന്ന് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിനെയും പോലീസിനെയും വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് SPയുടെ അന്വേഷണം നടക്കുന്നു. മണ്ഡലകാല മകരവിളക്ക് കാലത്തെങ്കിലും സാധാരണക്കാരായ ഭക്തന്മാരുടെ ദർശന സൗകര്യം മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ദർശനത്തിന് ഒരു തടസ്സമുണ്ടാക്കിക്കൊണ്ട് VVIPകൾക്ക് ദർശന പരിരക്ഷ ഒരുക്കുന്ന പോലീസിനെയും ദേവസ്വം ബോർഡിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മേലിലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാം. ഇന്നലെ രാത്രിയാണ് ഹരിവരാസനം പാടുന്ന സമയത്ത് ദിലീപ് ശബരിമല സന്നിധാനത്തിലെത്തിയത്. ഹരിവരാസനം തീരുന്നത് വരെ ദിലീപ് നടയിൽ ദർശന സായുജ്യം നുകർന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റുള്ള സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകൾക്കും അടക്കമുള്ള ആളുകൾക്ക് പോലീസും ദേവസ്വം ബോർഡും ദർശനം നിരോധിച്ചു എന്ന് തന്നെയാണ് ഈ കേസിനാസ്പദമായ സംഭവം. എന്തായാലും മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം.